യുഎഇക്ക് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് തുടരാൻ ജാഗ്രതാ നിർദ്ദേശം. ആക്രമണം പ്രതിരോധിക്കുമെന്ന് മന്ത്രാലയം. അതിനിടെ ഹോർമുസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ ഇറാൻ എണ്ണ തുറമുഖത്തിന് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി അമേരിക്കയും. ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഗൾഫ് മേഖലയിൽ വീണ്ടും ഇറാന്റെ ആക്രമണം. വ്യാഴാഴ്ച രാത്രി ഇറാനിൽ നിന്നും യുഎഇ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം ഉണ്ടായതായി യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി തടഞ്ഞു വരികയാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം യുഎഇക്ക് നേരെ വ്യോമാക്രമണം നടത്തിയെന്ന ആരോപണം ഇറാൻ നിഷേധിച്ചു. അടുത്ത ദിവസങ്ങളിലൊന്നും യുഎഇ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ നടത്തിയിട്ടില്ല എന്നാണ് ഇറാനിയൻ സൈനിക വക്താവ് വ്യക്തമാക്കുന്നത്. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ വ്യാഴാഴ്ച ഇറാൻ അമേരിക്കൻ സേനകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതായി റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടാങ്കറിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതായി ഇറാൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ എണ്ണ ടാങ്കറിനെ ലക്ഷ്യം വെച്ചതിലൂടെ അമേരിക്ക വെടിനിർത്തൽ ലംഘിച്ചതായി ഇറാൻ വക്താവ് ആരോപിച്ചു. ഏതാക്രമണത്തിനും ഒരു നിമിഷം പോലും വൈകാതെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കൻ നാവികസേനയുടെ ഡിസ്ട്രോയർ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഈ നടപടിയെന്നും പെന്റഗൺ പറയുന്നു. അർദ്ധരാത്രിയോടെ ഖിഷം ദ്വീപിലും ബന്ദർ അബ്ബാസ് തുറമുഖത്തുമാണ് ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിയൻ സൈന്യവും ശത്രുസേനയും തമ്മിൽ ശക്തമായ വെടിവെപ്പ് നടന്നതായി ഇറാൻ ഔദ്യോഗിക ടെലിവിഷനും പറയുന്നു. ഖിഷം ദ്വീപിലെ ബഹുമാൻ പിയറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അമേരിക്കൻ വ്യോമാക്രമണത്തിൽ സിവിലിയൻ മേഖലകൾക്കും നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചതായി അയൽരാജ്യങ്ങളുടെ സഹായത്തോടെയാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിപ്പോരുന്നതെന്നും ഇറാൻ സൈനിക നേതൃത്വം ആരോപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.